കേരളം ആര് ഭരിക്കുന്നു എന്നറിയാൻ ഇനി 4 ദിവസമാണ് ബാക്കി. മെയ് മാസം 4-ാം തീയതിയാണ് റിസൾട്ട് വരുന്നത്. കേരളം പ്രതീക്ഷയോടുകൂടി നോക്കി നിൽക്കുകയാണ് ആരായിരിക്കും കേരളം ഭരിക്കുക എന്നുള്ളത്. സർവേ ഫലങ്ങളും സാഹചര്യങ്ങളും മുൻപ് നടന്ന ഇലക്ഷനും നിലവിലെ പുതിയ വോട്ടർമാരുടെ സമീപന രീതികളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഏറെക്കുറെ UDF ഭരിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അതിന് ഒരുപാട് രാഷ്ട്രീയ മാനങ്ങളും ഘടകങ്ങളുമുണ്ട്. ഭരണ സംവിധാനവും പ്രതിപക്ഷത്തിൻ്റെ സജീവതയുമുണ്ട്. ന്യൂനപക്ഷ വോട്ട് നിർണായകമായതുണ്ട്. ഈ കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. UDF കേരളം ഭരിക്കുമോ? ഭരിക്കുമെങ്കിൽ അതിനുള്ള കാര്യകാരണങ്ങൾ എന്താണ്? LDFിൻ്റെ ഭരണം അവസാനിക്കുമോ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സാഹചര്യത്തിലേക്ക് എത്തിച്ച ഘടകങ്ങൾ എന്താണ്? ഇതെല്ലാം നമുക്ക് പരിശോധിക്കാം. നിലവിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഒറ്റ വാക്കിൽ എന്തുകൊണ്ട് UDF ഭരിക്കും എന്ന് ചോദിച്ചാൽ അതിൻ്റെ മറുപടി ഒറ്റ വാക്കിൽ പറയാൻ ഇങ്ങനെയാണ്: ന്യൂനപക്ഷ വോട്ടുകൾ ഏകോപിച്ചു. കാന്തപുരത്തിൻ്റെ വോട്ട് അത് ചെതറിപ്പോയി. അതിനൊരു ഏകോപനം LDFിൻ്റെ ഭാഗത്തേക്കുള്ളൊരു ഏകോപനം ഉണ്ടാക്കുന്നതിൽ പരാജയപ്പെട്ടു. അങ്ങനെ ഇതാണ് മർമ്മപ്രധാനമായിരിക്കുന്ന വളരെ പ്രധാനമായിരിക്കുന്ന കാര്യം. ബാക്കിയെല്ലാം അതിൻ്റെ സാധ്യതകളും അതിലേക്ക് എത്തിച്ച ഘടകമാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അത് 2 വിഷയമുണ്ട്. ഒന്ന്, തുടർ ഭരണം 2021 LDF വരാൻ ഏറ്റവും പ്രധാനമായിരിക്കുന്ന ഘടകങ്ങളിൽ 2 ഒന്ന് കോവിഡ് കാല ഭരണ സംവിധാനങ്ങളാണ്. സംവിധാനം എന്ന് പറഞ്ഞാൽ അവിടെ സൗജന്യ കിറ്റ് അത് അങ്ങനെ തന്നെ വോട്ടായി മാറിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതോടൊപ്പം തന്നെ സാമൂഹ്യ പെൻഷൻ, ലൈഫ് മിഷനുമായിട്ട് ബന്ധപ്പെട്ട് വീടുകൾ നൽകിയത്, ഇതെല്ലാം വോട്ടാക്കി ഉപയോഗപ്പെടുത്തുന്നതിൽ LDF വിജയിച്ചു. അപ്പോൾ കോവിഡ് കാലം മാത്രമല്ല, അതിനോടനുബന്ധിച്ച് തന്നെ ആ കാലത്താണ് പൗരത്വ വിഷയങ്ങൾ ഉണ്ടാകുന്നത്. പൗരത്വ വിഷയം ഇന്ത്യയിൽ മുഴുവനും വ്യാപകമായി ആഞ്ഞടിച്ച സമയത്ത് ന്യൂനപക്ഷ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ അത് നടപ്പിലാക്കില്ലെന്നും തീർച്ചയായിട്ടും ന്യൂനപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കും എന്നുള്ള മുഖ്യമന്ത്രിയുടെ പ്രസ്താവന അത് അങ്ങനെ തന്നെ വോട്ടായി മാറി. കാര്യം എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയും വലിയ രീതിയിലുള്ള ഭയപ്പാടും ഉണ്ടാക്കിയതായിരുന്നു NRC എന്ന് പറയുന്ന പൗരത്വവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം. അതിന് ഇത്ര സ്റ്റേണായിട്ട് കേരളത്തിൽ, ഇത്ര സ്റ്റേണായിട്ട് ഇന്ത്യയിൽ അഭിപ്രായങ്ങൾ പറഞ്ഞ അപൂർവ മുഖ്യമന്ത്രിമാരിൽ ഒരാളായിരുന്നു ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രയോഗങ്ങൾ യഥാർത്ഥത്തിൽ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള സ്വാധീനമുണ്ടാക്കാൻ വേണ്ടി സാധിച്ചു. പിന്നെ കിറ്റ് വോട്ട് എന്നാണ് പിന്നീട് അത് UDFിൻ്റെ സംവിധാനത്തിൽ പറഞ്ഞത്. കിറ്റ് വോട്ട്, അത് കിറ്റ് വോട്ട് തന്നെ ആയിരുന്നു. അത് അങ്ങനെ തന്നെ വോട്ടാക്കാൻ വേണ്ടി സാധിച്ചു. പിന്നീട് പോരായ്മകളായിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, സ്പ്രിങ്ക്ലറുമായിട്ട് ബന്ധപ്പെട്ടത്, ഡീപ്സ് ട്രോളിങ്ങുമായിട്ട് ബന്ധപ്പെട്ടത്, പിന്നെ ഇതെല്ലാം വിവാദമായിട്ടുണ്ടെങ്കിൽ പോലും അത് വോട്ടാക്കി മാറ്റുന്നതിൽ UDF പരാജയപ്പെട്ടു. പിന്നീട് അവിടെ പ്രധാനമായിരിക്കുന്ന ഘട്ടങ്ങളിൽ ഒന്ന് വരുന്നത് 2020 ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പിൽ വൻ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി LDFന് സാധിച്ചു. അത് സാധ്യമായതിൻ്റെ കാര്യകാരണങ്ങൾ നമ്മൾ മേലെ പറഞ്ഞതിൽ പൗരത്വം വന്നിട്ടുണ്ട്, കിറ്റ് നൽകിയത് വന്നിട്ടുണ്ട്, പിന്നീട് ന്യൂനപക്ഷവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലൊക്കെ നേരിട്ട് ഇടപെട്ടു എന്നുള്ളത് വന്നിട്ടുണ്ട്. 2 സമസ്തയുമായിട്ട് വലിയ ബന്ധമുണ്ടാക്കുന്നതിൽ LDF വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ കാന്തപുരം വിഭാഗം എല്ലാ കാലത്തും LDFന് അനുകൂലമായിരിക്കും നിലപാടെടുക്കും. എന്നാൽ ഈ കഴിഞ്ഞ, അതായത് 2020 ആ കാലഘട്ടം എന്ന് പറയുന്നത് ഏറെക്കുറെ രണ്ടാമത്തെ സമസ്തയും EK വിഭാഗം സമസ്തയും LDFനോട് അനുഭാവം പ്രകടിപ്പിക്കുകയും അവർ തമ്മിൽ വലിയ രീതിയിൽ ബന്ധങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. മുസ്ലിം ലീഗുമായിട്ട് ബന്ധപ്പെട്ട വലിയ വിഷയങ്ങൾ ആ കാലഘട്ടത്തിലൊക്കെ EK സമസ്തകൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും തങ്ങൾ രാഷ്ട്രീയ പാർട്ടി അല്ലെന്നും സാഹചര്യത്തിനനുസരിച്ച് നിലപാടെടുക്കാൻ വേണ്ടി പറ്റും, ഗുണകരമായിരിക്കുന്ന സഹായങ്ങൾ കിട്ടുന്ന സർക്കാരിനെ പിന്തുണയ്ക്കുക എന്നുള്ളത് സ്വാഭാവികമാണ് എന്നൊക്കെ മറുപടി പറഞ്ഞ് സമസ്തയും അതിന് നേർക്കുനേരെ ഒരു രാഷ്ട്രീയം കളിച്ച ഒരു സംഭവം ഉണ്ടായതും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലായിരുന്നു. അതിനോടനുബന്ധിച്ച് പിന്നീട് മറ്റത് വന്ന ജോസ് കെ മാണി ഗ്രൂപ്പ് LDFിലേക്ക് അങ്ങനെ തന്നെ പോയി എന്നുള്ളതാണ്. അത് നിലനിർത്താൻ വേണ്ടിയിട്ട് UDF ശ്രമിച്ചിട്ടില്ല, വേണ്ടവിധം ശ്രമിച്ചിട്ടില്ല എന്നാണ് പറയാൻ വേണ്ടി പറ്റുക. UDF എന്ന് പറയുന്ന സംവിധാനം ഉണ്ടാക്കിയതിൽ നിർണായകമായിരിക്കുന്ന കക്ഷിയായിരുന്നു KM മാണി എന്ന് പറയുന്നത്. ആ കാലഘട്ടത്തിലാണ് അതേ UDF സംവിധാനം. ആ സംവിധാനം അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം മകൻ അതിൻ്റെ അധികാരം ഏറ്റെടുത്താൽ ആ ഘടക കക്ഷിയെ തീർച്ചയായിട്ടും UDF സംവിധാനത്തിൽ കൂട്ടിച്ചേർക്കുക എന്നുള്ള നിർബന്ധമായിരിക്കുന്ന കാര്യമാണ്. പക്ഷേ അന്നത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ വിലയിരുത്തുന്നത് ഇങ്ങനെയാണ്: ജോസ് കെ മാണി ഇല്ലെങ്കിലും കേരളം UDF ഭരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ മാറി മാറി ഭരിക്കുക എന്നുള്ളത്
കേരള സംസ്ഥാനം രൂപീകരിച്ച 1956 ശേഷം ഇങ്ങോട്ട് എടുത്ത് നോക്കുന്ന സമയത്ത് അങ്ങനെ തന്നെ വന്നിട്ടുള്ളൂ. അതിൽ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ജോസ് കെ മാണി വന്നിട്ടില്ലെങ്കിലോ ആ മന്ത്രിസ്ഥാനം കൂടി ഭാഗിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും, അവിടെയും കൂടി അത് മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും എന്ന് അന്നത്തെ രാഷ്ട്രീയ വീക്ഷണം തെറ്റായിപ്പോയി എന്ന് പിന്നീടാണ് മനസ്സിലാക്കിയത്. കാര്യം എന്നാൽ ജോസ് കെ മാണിക്ക് 2 മന്ത്രിസ്ഥാനം കൊടുക്കുകയാണെങ്കിൽ ആ മന്ത്രിസ്ഥാനം വീതിച്ചെടുക്കാനാണ് സ്വാഭാവികമാണ്. കാരണം എന്താണെങ്കിലും UDF ഭരണത്തിൽ വരും. അപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികൾ മനസ്സിലാക്കുന്ന കാര്യത്തിൽ 2021 തെരഞ്ഞെടുപ്പ് 100% UDFന് പരാജയപ്പെട്ടു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വോട്ടുകൾ ഒഴുകുന്നു, അല്ലെങ്കിൽ പോകുന്നു, അല്ലെങ്കിൽ ചെതറിപ്പോകുന്നു എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതിന് ബദൽ സംവിധാനം ഉണ്ടാക്കി അല്ലെങ്കിൽ പ്രതിരോധം ഉണ്ടാക്കുന്ന സമയത്താണ് വിജയിക്കാൻ വേണ്ടി സാധിക്കുക. അത് മറ്റൊരു ഘടകമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പിന്നീട് ന്യൂനപക്ഷ വോട്ടുകൾ 2021 ന്യൂനപക്ഷ വോട്ടുകൾ LDFിലേക്ക് ഒഴുകി എന്നുള്ളതാണ്. അതിൽ മുസ്ലിം വിഭാഗത്തിൻ്റെ പ്രത്യേകമായ രീതിയിലും പിന്നീട് ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ ഒരു പരിധി വരെയും അങ്ങനെ തന്നെ ഒഴുക്ക് വന്ന സമയത്ത് അതാണ് നിർണായകമായത്. ഇപ്പോഴത്തെ 2026 ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പുറത്ത് വന്നിരിക്കുന്ന അഭിപ്രായ സർവേ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കാം. എല്ലാ അഭിപ്രായ സർവേയിലും ഒറ്റ കാര്യം മാത്രമാണ് പറയുന്നത്, UDF അധികാരത്തിലേറും. എന്നാൽ വോട്ടിംഗ് സീറ്റുകളുടെ എണ്ണത്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് എന്നല്ലാതെ UDF ഭരണത്തിൽ ഏറില്ല എന്ന് പറഞ്ഞത് ഇടതുപക്ഷം മാത്രം സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന അഭിപ്രായ സർവേ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഏറെക്കുറെ UDFിലേക്കാണ് അഭിപ്രായങ്ങൾ പറയുന്നത്. നമ്മൾ നോക്കാം, CNN പറഞ്ഞ കണക്ക് പ്രകാരം 70 മുതൽ 80 സീറ്റ് വരെ UDFന് കിട്ടും. മാർക്ക് സർവേ 71 മുതൽ 79 വരെയാണ്. മാട്രിക്സ് 70 മുതൽ 75 വരെയാണ്. പീപ്പിൾസ് പൾസ് 75 മുതൽ 85 വരെയാണ്. ടൈംസ് നൗ 72 മുതൽ 84 വരെയാണ്. NCTV 75 മുതൽ 85 വരെയാണ്. ചാണക്യ 72 മുതൽ 80 വരെയാണ്. ഇങ്ങനെ പോകുന്ന ഏകദേശം 10ലധികം സർവേകൾ നടന്നിട്ടുണ്ട്. ആ സർവേയിലെല്ലാം UDFിൻ്റെ വിജയവും മുന്നേറ്റവും വളരെ കൃത്യമായി ഇതിൽ കണ്ടിട്ടുണ്ടെന്ന് മാത്രമല്ല, അതിൻ്റെ ഈ കാര്യകാരണങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ ആയി എന്നുള്ളതിനെക്കുറിച്ചുള്ള വിവരണങ്ങളും ചില ചാനലുകാർ അല്ലെങ്കിൽ ചില സർവേ നടത്തപ്പെട്ടവർ പുറത്തുവിട്ടിട്ടുണ്ട്. നമ്മൾ നോക്കുന്ന സമയത്ത് ന്യൂനപക്ഷ വോട്ട് ഏകോപിച്ചു എന്നുള്ളത് നമ്മൾ പറയാൻ വേണ്ടി സാധിക്കും. 2020 ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നടന്നിരിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം അത് ഇതിനെ സ്വാധീനിക്കും എന്ന് ഉറപ്പാണ്. കാര്യം 2020 നടന്ന ഈ തെരഞ്ഞെടുപ്പ് 2021 തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചിട്ടുണ്ട്. അന്ന് നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ LDFന് സാധിച്ചു. പിന്നെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നു, അതിൽ വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടായി. എല്ലാം ഘടകങ്ങളായിട്ട് വന്നിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് 18 സീറ്റാണ് ഇപ്പോൾ UDFിൻ്റെ കൈവശത്തിലുള്ളത്. അതിലൊക്കെ വിജയിച്ചത് വൻ മാർജിനിലാണ്, വലിയ മഹാഭൂരിപക്ഷത്തിലാണ്. ഒരു പരിധിവരെ അതും ഇവിടെ പ്രകടമാവും. ലോക്സഭയിൽ ഇപ്പോൾ മാർക്സ് പാർട്ടിക്ക് ഒരു സീറ്റാണ്, പിന്നെ BJPക്ക് ഒരു സീറ്റ്, ബാക്കി 18ഉം UDFിനൊപ്പമാണ് എന്നൊരു പ്രത്യേകതയുണ്ട്. ഇനി കാന്തപുരം വോട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് കാന്തപുരം വിഭാഗം ഒരു വലിയ രീതിയിലുള്ളൊരു വോട്ട് ബാങ്ക് അല്ല. അവർക്ക് വലിയ രീതിയിലുള്ള വോട്ടുകൾ ഉണ്ട്, പക്ഷേ ആ വോട്ടിന് ഏകോപനം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കില്ല. കാര്യം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ അനുഭാവികളായിരിക്കുന്ന ആളുകൾ കാന്തപുരം വിഭാഗത്തിലുണ്ട്. ലീഗിൻ്റെ അനുഭാവികളായിരിക്കുന്ന ആളുകൾ ന്യൂനപക്ഷമാണെങ്കിൽ പോലും കാന്തപുരം വിഭാഗത്തിലുണ്ട്. പിന്നെ നിഷ്പക്ഷമായിരിക്കുന്ന ആളുകൾ ആ വിഭാഗത്തിലാണ് കൂടുതൽ. മാർക്സിസ്റ്റ് പാർട്ടിയുടെ അനുഭാവികൾ, അതായത് ലീഗ് വിരുദ്ധരായിരിക്കുന്ന അല്ലെങ്കിൽ UDF സംവിധാനത്തിന് വിരുദ്ധത പ്രവർത്തിക്കുന്ന മുസ്ലിം വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് സുന്നി വിഭാഗങ്ങൾ കാന്തപുരത്തോട് ചേർന്ന് നിൽക്കുക എന്നുള്ളത് എല്ലാ കാലത്തും ചെയ്യാറുള്ളതാണ്. പക്ഷെ അത് വോട്ടിംഗ് പാറ്റേൺ വരുന്ന സമയത്ത് ഇടതുപക്ഷ അനുഭാവികളായിരിക്കുന്ന ആളുകളുടെ വോട്ട് ഇനി കാന്തപുരമാണെങ്കിലും അല്ലെങ്കിലും വല്ലാതൊന്നും ചിതറിപ്പോവില്ല. പക്ഷേ അവിടെ UDF എന്ന് പറയുന്ന വിഭാഗം കഴിഞ്ഞ പ്രാവശ്യം 2021 ഏറെക്കുറെ LDFന് വോട്ട് ചെയ്തവരാണ്. അവിടെ നമുക്ക് ഈ NCR എന്ന് പറയുന്ന പൗരത്വവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഗൗരവകരമായി വന്നപ്പോൾ അത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടില്ല. ഇന്ത്യയിൽ ഇത്രയും ശക്തമായ രീതിയിൽ ഈ വിഷയത്തിൽ ഇടപെട്ട് സംസാരിച്ച മുഖ്യമന്ത്രി എന്ന നിലക്ക് ആ മുന്നണിയും പാർട്ടിയും വിജയിപ്പിക്കുക എന്നുള്ളത് സ്വാഭാവികപരമായിട്ട് ചെയ്യുന്നതാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കാന്തപുരത്തിൻ്റെ നിലപാടുകൾ അയാളെ ഈ കാര്യത്തെക്കുറിച്ച് ചോദിച്ച സമയത്ത് പറയുന്നത് അത് ഏതായാലും 4-ാം തീയതി അറിയാൻ വേണ്ടി പറ്റും. അത് ഞങ്ങളൊരു പ്രത്യേകപരമായിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് ചെയ്യും എന്ന് പറയാറില്ല.
അങ്ങനെ ആ കാര്യത്തിലൊക്കെയാണ് പറഞ്ഞത്. അതായത് LDF ആണ് ജയിക്കുന്നതെങ്കിൽ അവരോടൊപ്പം അനുഭാവം പ്രകടിപ്പിക്കുക, UDF ആണെങ്കിൽ ഏറെക്കുറെ അവരോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന രീതിയിലുള്ള തന്ത്രപരമായിരിക്കും നിലപാടാണ് ഹക്കീം അസേരിയുടെ ഭാഗത്തുനിന്ന് പുറത്തു വന്നത്. കഴിഞ്ഞ ദിവസം അതിൻ്റെ ഈ ചാനലിൽ കൊടുത്ത അഭിമുഖമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അപ്പോൾ വീഡിയോയിൽ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്ഥിതി എന്ന് പറയുന്ന സമയത്ത് ആ വോട്ടുകൾ ചിതറിക്കിടക്കുക, കേരളത്തിലെ വ്യത്യസ്ത മണ്ഡലങ്ങളിൽ വ്യത്യസ്ത രീതിയിലും രൂപത്തിലും ചിതറിക്കിടക്കുന്ന വോട്ടാണ് കാന്തപുരം വോട്ട് എന്ന് പറഞ്ഞാൽ. ഏകോപിച്ചു കൊണ്ട് ഒറ്റ വോട്ട് പോലും നഷ്ടപ്പെടാതെ അത് LDFൽ എത്തിക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണ്. കാരണം അത് രാഷ്ട്രീയ പ്ലാറ്റ്ഫോം അല്ല. ഇവിടെ ഇപ്പോൾ നോക്കുന്ന സമയത്ത് EK വിഭാഗം സുന്നികൾ ഏറെക്കുറെ മുസ്ലിം ലീഗുമായിട്ട് അകന്നു നിൽക്കുന്ന സമയത്താണ് 2 ഇലക്ഷൻ ഇവിടെ നടന്നത്. ഒന്ന് ലോക്സഭാ ഇലക്ഷൻ, രണ്ടാമത്തത് പഞ്ചായത്ത് ഇലക്ഷൻ. ഈ 2 ഇലക്ഷനിലും വൻ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി UDFന് സാധിച്ചു. അപ്പോൾ ഇവിടെ EK വിഭാഗം സുന്നികളുടെ വോട്ട് എവിടെയെന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ വേണ്ടി സാധിക്കുന്നില്ല. അതൊരു രാഷ്ട്രീയ വോട്ടിൻ്റെ പാറ്റേൺ ആയിട്ട് EK വിഭാഗം സുന്നികൾക്ക് ആ വോട്ടിനെ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു പ്രത്യേക മുന്നണിക്ക് എതിരായിട്ടോ അനുകൂലമായിട്ടോ വോട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല എന്ന് ചുരുക്കം. കാന്തപുരത്തിൻ്റെ സ്ഥിതി അങ്ങനെയൊക്കെ തന്നെയാണ്. അതിൽ അവർക്ക് വിജയിക്കാൻ വേണ്ടി സാധിച്ചില്ല. വോട്ട് ഏകോപനം നടന്നിട്ടില്ല. വോട്ട് അപ്പാടെ തന്നെ LDFിനോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന വിഭാഗമാണെങ്കിൽ പോലും അപ്പാടെ തന്നെ LDFിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുമില്ല. മറ്റ് ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ ഏകോപിക്കുകയും ക്രോഡീകരിക്കുകയും ചെയ്ത് UDFിലേക്ക് ഏകദേശം 80% മേലെ തന്നെ വീണിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അതുകൊണ്ട് തന്നെ മഹാഭൂരിപക്ഷത്തിന് കേരളത്തിൽ UDF അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ നിലവിലെ സാഹചര്യത്തിൽ യാതൊരു സംശയവുമില്ല.